പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും പലതരത്തിലുള്ള വ്യക്തികളെ, പ്രത്യേകിച്ച് യുവാക്കളെ നമ്മൾ കാണാറുണ്ട്. അതായത് ചിലരൊക്കെ നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു, സഹകരിക്കുന്നു, വളരുന്നു, ഉയരുന്നു. അങ്ങനെ വളരെ സജീവമായി ജീവിക്കുകയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം നമ്മൾ കാണാറുണ്ട് വളരെ തണുപ്പരായ വ്യക്തികള്. ഒന്നും കഴിവുണ്ട് പക്ഷെ ചെയ്യില്ല, ഒന്നിനും ഉത്സാഹം കാണിക്കുകയില്ല, മറ്റൊരു സഹായിച്ചാലും പ്രോത്സാഹിപ്പിച്ചാലും ഒന്നും ചെയ്യില്ല. അങ്ങനെ എന്തോ ഒരു തരം സമൂഹത്തിനൊരു ബാധ്യത പോലെയുള്ള വ്യക്തികളാ. ഈ രണ്ടു തരം വ്യക്തികളില ആരെയാണ് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സഹായിക്കുവാനോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികപരമായിട്ട് കൊടുക്കുവാനോ, അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുവാനോ, അവർക്ക് വേണ്ടത് ചെയ്യുവാനോ ഒക്കെ ആഗ്രഹിക്കുന്ന, ഉത്സാഹം കാണിക്കുന്നവരും വളരുന്നവരും ഉയരുന്നവരും. അവര് ഇനിയും ഉയരണം, ഇനിയും വളരണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് അവരെ നമ്മൾ കൂടുതൽ വീണ്ടും സഹായിക്കും, വീണ്ടും അവരോട് സഹകരിക്കും. എന്നാൽ ഈ തണുപ്പന്മാരായ വ്യക്തികളെ നമുക്ക് ഉള്ളിൽ അവരോടൊക്കെ ഒരു ഇഷ്ടക്കുറവാണ്. അവരോട് സഹകരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. വേറെ ഒന്നുമല്ല, അവരാ പെരുമാറ്റം കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. അവരുടെ പെരുമാറ്റം സജീവമല്ല. കഴിവുണ്ട്, സാമ്പത്തികമുണ്ട്, പലതരത്തിലുള്ള നന്മകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അവർ വിനിയോഗിക്കുന്നില്ല, വളരുന്നില്ല. അവരോടൊത്ത് നമുക്ക് സഹകരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. അവർ വളരാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തില യേശു പറയുന്നു, ഉള്ളവനെ വീണ്ടും കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവർ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളാ, താലന്തുകളാ, സാമ്പത്തികം, ആരോഗ്യം, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ വിനിയോഗിക്കണം. ദൈവം തന്നിരിക്കുന്നത് അത് ഉപയോഗപ്രദമാക്കി വളരാനും ഉയരാനുമാണ്, സമൂഹത്തിന് വേണ്ടി ജീവിക്കാനാണ്, സജീവമായിട്ട് പ്രവർത്തിക്കാനാണ് ദൈവം ഈ താലന്തുകളാ, അല്ലെങ്കിൽ കഴിവുകളാ, അല്ലെങ്കിൽ സാമ്പത്തികം ദൈവം നൽകിയിരിക്കുന്നതാ. എന്നതുപോലെ നമ്മൾ ഒരുപക്ഷേ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നമുക്കുള്ളതെല്ലാം എടുക്കപ്പെടും. പിന്നെ ആൾ നിരാശയിലായിരിക്കും, പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അതിൻ്റെ പേരിൽ ദൈവത്തെ നമ്മൾ പരീക്ഷിക്കരുത്. നമ്മൾക്ക് കഴിവില്ല, അതില്ല, ഇതില്ല, അതെനിക്ക് ആരോഗ്യമില്ല, അതെനിക്ക് രോഗമാണ്, അങ്ങനെയെല്ലാം ചിന്തിച്ച ഒക്കെ രോഗങ്ങളൊക്കെ വരും, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്യണം. ചെയ്യുമ്പോൾ ആ ഇല്ലായ്മ ഒക്കെ ഉള്ളായ്മയായി തീരും. നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ആരോഗ്യത്തിലും കഴിവിലൊക്കെ വ്യത്യാസം വരും, മാറ്റങ്ങൾ വരും. ദൈവം വീണ്ടും നമ്മളെ സഹായിക്കും. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ വചനം പറയുന്നത് പോലെ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമായി തീരുമെന്ന അവസ്ഥ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതാ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, ഒരു യജമാനൻ വിളിച്ച 10 പേർക്ക് ഓരോ താലന്ത് വീതം കൊടുത്തു. ഒന്നാമനത് 2 ആക്കി, രണ്ടാമനത് 4 ആക്കി, മൂന്നാമനത് 8 ആക്കി. അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് അത് വർദ്ധിപ്പിച്ചു. യജമാനൻ വന്നപ്പോൾ കണക്ക് തീർത്തപ്പോൾ അവർക്കൊക്കെ സന്തോഷമായിരുന്നു. എന്നാൽ അവിടെ ഒരു താലന്തുണ്ടായവൻ, ഒരു നാണയം ഉണ്ടായവനോ ഒന്നും ചെയ്തില്ല.
എല്ലാവരും ഒരേപോലെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ആ ഒരു താലന്ത് കിട്ടിയവൻ അല്ലെങ്കിൽ അവസാനം കൊടുത്തവൻ ഒന്നും ചെയ്യാതെ അത് മണ്ണിൽ മറച്ചു വെച്ചു. അവനോട് പറഞ്ഞു, ദുഷ്ടനായ വൃത്തിയ, നീ എൻ്റെ ഈ പണം പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അതിന്റെ ഡബിളായിട്ട് ഇരട്ടിയായിട്ട് കിട്ടിയേനെ. നീ എന്തുകൊണ്ട് അതെങ്കിലും ചെയ്തില്ല എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് ആ നാണയം എടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ നീ നിന്നിരിക്കുന്ന കഴിവുകളാ നമ്മൾ വിനിയോഗിക്കണം. വിനിയോഗിച്ചത് വളർത്തണം, ഉയർത്തണം. അങ്ങനെ വലിയൊരായി തീരണം. മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഈ മഹത്വത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ വരുത്തുവാൻ സാധിക്കും. നമ്മളൊക്കെ സന്തോഷമുള്ളവരായിരിക്കും, നമ്മളൊക്കെ സംതൃപ്തിയുള്ളവരായിരിക്കും. അങ്ങനെ നമുക്ക് നല്ലവണ്ണം നമ്മുടെ ജീവിതം മറ്റുള്ളവരോട് ജീവിക്കുവാൻ സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.